ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മിച്ചൂസ് ഗാർഡൻ. മിച്ചൂസ് ഗാർഡൻ്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ തുടക്കം കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യമേ തന്നെ അത് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ദയവീത് വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വെറൈറ്റി, ഏകദേശം 200-ലധികം അഗ്ലോണിമയുടെ അടിപൊളി വെറൈറ്റി നമുക്ക് വന്നിട്ടുണ്ട്. നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഫുള്ള് നിരത്തി വെച്ചേക്കാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി, നോർമൽ വെറൈറ്റി ഉൾപ്പെടെ നമുക്ക് റെയറായിട്ടുള്ള ഒരുപാട് അഗ്ലോണിമയുടെ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മീഡിയം റേഞ്ച് മുതൽ, അതായത് നോർമൽ വെറൈറ്റി കളക്ട് ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ അത്യാവശ്യം ടോപ്പ് റെയർ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് വരെയുള്ള ഒരുപാട് വെറൈറ്റി അഗ്ലോണിമകളുടെ ചെറുതും വലുതുമായ പോട്ടുകൾ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് വെറൈറ്റി ആയിട്ടുള്ള അഗ്ലോണിമകളാണ് നമുക്ക് കൂടുതൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരും പ്ലാന്റ്സ് ആവശ്യമുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മൾ സ്ക്രീനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ലാന്തൂറിയം വെറൈറ്റി, അഡീനിയം വെറൈറ്റി എല്ലാ ടൈപ്പ് പ്ലാന്റ്സും നമുക്ക് സെയിലിനുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ അഗ്ലോണിമ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വെറൈറ്റി ആഗ്രഹമുള്ളവരൊക്കെ നിങ്ങൾ എത്രയും പെട്ടെന്ന് വീഡിയോ കണ്ട ഉടനെ തന്നെ വാട്സപ്പിൽ വരിക. നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി ഗ്രീൻ ബൗളിൻ്റെ അഗ്ലോണിമകൾ നമ്മൾ ഒരുപാട് പേരുടെ കയ്യിലുണ്ടല്ലേ. തീരെ ലോക്കലല്ല, എന്നാൽ അത്ര റെയറും അല്ല. പക്ഷേ ഞാൻ ഇത്രയും നാളും ഗ്രീൻ ബൗൾ എന്ന് പറഞ്ഞ് ഇതായിരുന്നു വിറ്റിരുന്നത്. നോക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഗോൾഡൻ ബൗളിൽ മ്യൂട്ടേഷൻ വന്നിട്ടുള്ളതാണ്. ഇതാണ് യഥാർത്ഥ ഗ്രീൻ ബൗൾ. നിങ്ങൾക്ക് 2 പ്ലാന്റ്സ് അടുപ്പിച്ച് വയ്ക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഡാർക്ക് ഗ്രീൻ ബോർഡർ വരുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഗ്രീൻ ബൗൾ കേട്ടോ. ഇത് അല്പം ഈ സാധനം, ഈ ഗ്രീൻ ബൗളിന് മ്യൂട്ടേഷൻ വന്നിട്ടുള്ളതാണ്. ഇതിനൊരു മഞ്ഞ കളറാണ് ഗോൾഡൻ ബൗളിൻ്റെ. എന്നാൽ പ്യുവർ റെയർ ആയിട്ടുള്ള ഗോൾഡൻ ബൗളാണെന്ന് വെച്ചാൽ അല്ല. അങ്ങനെയുള്ള യഥാർത്ഥ ഗ്രീൻ ബൗളും മ്യൂട്ടേഷൻ വന്ന ഗ്രീൻ ബൗളുമാണ് ഈ അടുത്തടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല ഹെവി ബുഷി പോട്ടാണ്. അപ്പോൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കളക്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചിട്ട് വരാം കേട്ടോ. കാരണം ചില ആളുകൾക്കൊക്കെ അഗ്ലോണിമ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പ്ലാന്റ്സുകൾ കൂടുതൽ കാണാം. പിന്നെ കൊറിയർ അയക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും ഡിലേ വന്നെങ്കിലും എന്നുള്ള ടെൻഷനൊക്കെ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരണമെങ്കിൽ വരാം. നമ്മൾ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് കേട്ടോ വീട്. മൂവാറ്റുപുഴ ടൗണിൽ തന്നെയാണ് വീട്. KSRTCയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പം നിങ്ങൾ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി. നമ്മൾ ജോലിക്ക് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ ഈവനിങ് ടൈമിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സാറ്റർഡേ സൺഡേ വീട്ടിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പ്ലാന്റ്സ് എല്ലാം ഒന്ന് കണ്ടാലോ. ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഫുള്ള് അടുക്കി ഒതുക്കി വെച്ചേക്കാണ് റെയർ പ്ലാന്റ്സ്. ഏറ്റവും ടോപ്പ് റെയറായിട്ടുള്ള പ്ലാന്റുകളെല്ലാം നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇവിടെ സേഫാണ് പ്ലാന്റ്, എങ്കിലും ഇൻ കേസ് എന്നാലും ഒരു ചൂടടിച്ചാലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ വെക്കുന്നതാണ്, കുഴപ്പമില്ല. എങ്കിലും നമ്മൾ കൂടുതൽ പ്ലാന്റ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി നമ്മൾ താഴെയാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലാന്റ് കണ്ടാലോ. മിൽക്കി വേയുടെ ഈ ഒരു പ്ലാന്റിനൊക്കെ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 300 റുപ്പീസാണ് കേട്ടോ. നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. നല്ല വളർന്ന നല്ല റൂട്ടുകളോട് കൂടിയ നല്ല ബുഷിയായിട്ടുള്ള ഈ ഒരു സൈസ് പ്ലാന്റ് നല്ല ഹെൽത്തിയാണ് കേട്ടോ. പ്ലാന്റ് ലീഫൊക്കെ നല്ല ഷേപ്പിന് എല്ലാ സ്ഥലത്തേക്ക് നിറഞ്ഞ് ഇരിക്കുന്ന ഈ ഒരു സൈസ് പ്ലാന്റിന് നമ്മൾ 300 ആണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഗ്രീൻ വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരില്ല. നമ്മുടെ റെഡ് വെറൈറ്റിക്കൊക്കെ വരുന്ന പോലെ പെട്ടെന്ന് ഇലപ്പേനോ അങ്ങനെയുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും ഞാൻ ഇതുവരെ ഇങ്ങനെ ഗ്രീൻ അഗ്ലോണിമകൾക്ക് അധികം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഗ്രീനിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ. ഗ്രീൻ വെറൈറ്റി എപ്പോഴും ഇങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും. ഇലപ്പേന കംപ്ലയിൻറ്റ്സുകളൊന്നും അങ്ങനെ അധികം ഉണ്ടാവാറില്ല. അത്യാവശ്യം ലാസ്റ്റിംഗ് ഉള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഗ്രീൻ വെറൈറ്റീസ് വരുന്നത്. അതുപോലെ പിങ്ക് അറോറയുടെ ഒക്കെ വിത്ത് ഷൂട്ടുള്ള നിറയെ 2, 3 ഒക്കെ ഷൂട്ടുള്ള ഈ ഒരു പ്ലാന്റ് സൈസൊക്കെ നമ്മൾ കൊടുക്കുന്നത് 300 റുപ്പീസിനാണ് കേട്ടോ. നമുക്ക് ഈ പ്രാവശ്യം തായ്ലൻഡ് വെറൈറ്റി ആയിട്ടുള്ള റെഡ് പനാമയുടെ സ്റ്റോക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. റെഡ് പനാമ നമുക്കറിയാം, പൂനെയിൽ നിന്ന് വരുന്ന റെഡ് പനാമയും തായ്ലൻഡിൽ നിന്ന് വരുന്ന റെഡ് പനാമയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്ത ആളുകളുടെയും നമ്മൾ വാങ്ങിയതാണ്. നമ്മളിത് ബുഷി പോട്ട് വേണ്ടവർക്ക് ബുഷി പോട്ടായിട്ടും സിംഗിൾ പ്ലാന്റ് വേണ്ടവർക്ക് സിംഗിൾ പ്ലാന്റായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ പ്രാവശ്യം വന്നേക്കുന്നതിൽ കൂടുതലും വന്നിരിക്കുന്ന സ്റ്റോക്കാണ് ക്യാരറ്റിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ബ്ലാക്ക് ക്യാരറ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും 10 ക്യാരറ്റും 24 ക്യാരറ്റും 9 ക്യാരറ്റും ഒക്കെ ഉണ്ടാവും. പക്ഷേ ബ്ലാക്ക് ക്യാരറ്റ് അത്ര കോമൺ അല്ല.
എങ്കിലും ഉണ്ടാവും. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ചെടി അതിൻ്റെ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് ക്യാറ്റിൻ്റെ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ അടിപൊളി സൈസ് മദർ പ്ലാന്റ് ഉണ്ട്. നമ്മുടെ ഒരു ബ്ലാക്ക് ക്യാറ്റിൻ്റെ പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വരിക, മേടിക്കാം. പിന്നെ നമ്മുടെ കയ്യിൽ ലെഗസി ഈ തവണ നമുക്ക് കിട്ടിയിരിക്കുന്ന മറ്റൊരു കൂടുതൽ വന്നിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ലെഗസി. ഗ്രീൻ ലെഗസിയും ഒരുപാട് പേരുടെ ആഗ്രഹിക്കുന്ന ചെടിയാണ് കേട്ടോ. വൈറ്റ് ലെഗസിയും ഗ്രീൻ ലെഗസിയും. നമുക്ക് ഗ്രീൻ ലെഗസിയുടെ കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഗ്രീൻ ലെഗസിയൊക്കെ നമ്മൾ ഈ ഒരു സൈസ് പ്ലാന്റ് കൊടുക്കുന്ന 600 റുപ്പീസിനാണ് കേട്ടോ. അടിപൊളി പ്ലാന്റാണ്. പിന്നെ ടോപ്പ് വെറൈറ്റി ആയിട്ടുള്ള ഡോളറിൻ്റെ പ്ലാന്റ്സൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ അത്യാവശ്യം നല്ല റേറ്റിന് ഓടുന്ന പ്ലാന്റാണ്. ഒരു 3K മുകളിൽ റേറ്റുള്ള പ്ലാന്റാണ് ഡോളറൊക്കെ ഇപ്പോഴും. തായ്ലൻഡിൽ നിന്ന് വരുന്ന പ്ലാന്റ്സിന് നമുക്കതിൽ അടിപൊളി പ്ലാന്റ്സ് കിട്ടിയിട്ടുണ്ട്. 800 റുപ്പീസാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളെ ഞാൻ ഓൾറെഡി ഗ്രീൻ ബൗളിൻ്റെ 2 ടൈപ്പ് കാണിച്ചു. ഇനി നമുക്കുള്ളത് ഗ്രീൻ ബൗളിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഗ്രീൻ ബൗൾ. കുഞ്ഞ് ലീഫ്, പൊക്കം പോകാതെ കുഞ്ഞായിട്ട് നിൽക്കും, ചട്ടി നിറഞ്ഞ് നിൽക്കും. അത് ഗോൾഡൻ കളറിൽ വന്നേക്കുന്ന ടൈപ്പാണ് കേട്ടോ. 500 രൂപയാണ് ഈ ബുഷി പോട്ടിന്. എല്ലാത്തിലും 2 ഷൂട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റോക്ക് വന്നിരിക്കുന്നത് എല്ലാത്തിലും 2 ഷൂട്ടുണ്ട് കേട്ടോ. ഇനി ഐസ്ബർഗിൻ്റെ പ്ലാന്റൊക്കെ 250 രൂപ. ഈ ഐസ്ബർഗിൻ്റെ തന്നെ മറ്റേ ഗ്രീൻ കളർ വരുന്നത് ഇതെല്ലാം 250 റുപ്പീസായിട്ട് നമ്മൾ പ്രൈസ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തായ് സൂപ്പറിൻ്റെ നല്ല അടിപൊളി പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് 550 രൂപയ്ക്ക്. സൈസും അതുപോലെ തന്നെ ജംബോ സൈസാണ് കേട്ടോ. അതുപോലെ ടൈഗർ റെഡ്, കോങ്കോ റെഡ് എന്നൊക്കെ പറയുന്ന റെഡിൻ്റെ പല ഷേപ്പിലുള്ള പ്ലാന്റ് നമുക്ക് വന്നിട്ടുണ്ട്. ഇതൊക്കെ റൗണ്ട് ലീഫാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒറ്റ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. അതുപോലെ ഇതൊക്കെ നമ്മൾ 300 റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. നല്ല അടിപൊളി പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനും റെഡും മിക്സ് ആയിട്ടുള്ള പ്ലാന്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ഹോൾസെയിലായിട്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നമ്മുടെ റെഡ് വൈൻ്റെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് 400 റുപ്പീസാണ്. അതുപോലെ പിറ്റം ട്രൈ കളറിൻ്റെ മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഈ ഒരു പ്ലാന്റൊക്കെ 550 നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ അന്തൂരത്തിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ ബുഷി പോട്ട് അവൈലബിൾ ആണ്. ഇനി ഗ്രീൻ ഹെങ്ഹെങ്ങും ഉണ്ട്, നോർമൽ ഹെങ്ഹെങ്ങും ഉണ്ട് കേട്ടോ. ഇത് നല്ല ബുഷി ആയിട്ടുള്ള പോട്ടാണ്. 3-4 ഷൂട്ടുകളുള്ള ഈ ഒരു പോട്ടിന് 500 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബ്ലാക്ക് പാന്തർ 24 ക്യാരറ്റ്. ഇത് നമ്മുടെ ഡൊണ്ണാക്കാർമൻ്റെ ഗ്രീനാണ്. ഡൊണ്ണാക്കാർമൻ നമുക്ക് എല്ലാവർക്കും ഒരു 50 രൂപ 60 രൂപയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ പണ്ട് മുതലേ ഉള്ള പ്ലാന്റ്. അതിൻ്റെ ഗ്രീനാണ് കേട്ടോ ഇത്. ഈ പ്ലാന്റ്സ് അത്യാവശ്യം റേറ്റുള്ള പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റി ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ പല ടൈപ്പ് പ്ലാന്റ് വന്നിട്ടുണ്ട്. സ്നോ മൗണ്ടൻ, വൈറ്റ് ഏഞ്ചൽ, വൈറ്റ് ബട്ടർഫ്ലൈ, സിൽവർ ഫ്രോസ്റ്റ് തുടങ്ങി ഒരുപാട് വെറൈറ്റീസ് ഓഫ് വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പ്ലാന്റാണ്. അഗ്രോണിമ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള പ്ലാന്റാണ് കേട്ടോ. ലൈറ്റ് ഈ സിൽവർ ഫ്രോസ്റ്റിന് 2 ഷെയ്ഡിൽ കയറി വരുന്നുണ്ട്. ഇത് ഒരുപാട് ഭംഗിയുള്ളൊരു പ്ലാന്റാണ് കേട്ടോ. ലൈറ്റ് മഞ്ഞയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് പ്ലാന്റ്. നിങ്ങൾക്ക് പ്ലാന്റ്സ് എല്ലാം ഒരുപാടുണ്ട്. റെഡ് വെറൈറ്റീസ് ഒരുപാടുണ്ട്. പിന്നെ ടോപ്പ് റെയർ പ്ലാന്റ്സ് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ വിഷ് ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മുടെ കയ്യിൽ അത് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ആർമിയുടെ കാറ്റഗറിയിൽപ്പെട്ട ഗ്രീൻ ആർമി, വൈറ്റ് ആർമി. ഇത് വൈറ്റ് ആർമിയാണ്. വൈറ്റ് ആർമിയും റെഡ് ആർമിയും ഒക്കെ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നു കേട്ടോ. ഇത് ഇത്രാമാര എന്ന് പറയുന്ന ഒരു റെയർ അഗ്ലോണിമിയാണ്. ഫോളിയേജ് ആന്തൂരത്തിൽപ്പെട്ട പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ ഗ്രീൻ എമറാൾഡ്, കലാത്തിയുടെ 1-2 പുതിയ വെറൈറ്റി നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. വെരിഗേറ്റഡ് കലാത്തിയൊക്കെ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മറ്റൊരു വീഡിയോ നമുക്ക് പിന്നീട് ഇടുന്നതായിരിക്കും കേട്ടോ. മ്യൂട്ടേഷൻ പ്ലാന്റ്സ് നമുക്ക് കുറച്ച് വന്നിട്ടുണ്ട്. ഗ്രീൻ ലെഗസിയുടെ പ്ലാന്റ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ പ്ലാന്റ്സും കൂടെ കാണിക്കുന്നില്ല. നിങ്ങൾ പകുതി പ്ലാന്റ്സ് താഴെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു റെയർ പ്ലാന്റ്സിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ഒരു ദിവസം ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അഗ്ലോണിയം ഇഷ്ടപ്പെടുന്നവർ, വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ, നമ്മൾ നേരിട്ട് വന്ന് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും പ്ലാന്റ്സ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.